നിന്റെ നാവ് കൊണ്ട് ഇനി എന്നെ അങ്ങനെ വിളിച്ചു പോരുത്. ഐ ഹേറ്റ് യു. എനിക്ക് ഇങ്ങനെ ഒരു മോളില്ല. അതിനെ ഞാൻ മോളല്ലല്ലോ അച്ഛാ, മോനല്ലേ. നേരത്തെ ഒരു കൺഫ്യൂഷൻ പറയുന്ന കേട്ടു. മിസ്റ്റർ എന്ന് വിളിക്കണോ അതോ മിസ് എന്ന് വിളിക്കണോന്ന്. എന്നാ കേട്ടോ, ഒരു കൺഫ്യൂഷനും വേണ്ട. മിസ്റ്റർ എന്ന് ഉറപ്പിച്ച് വിളിക്കാം. മിസ്റ്റർ അപ്പു. എന്താ അമ്മ എപ്പോഴിങ്ങനെ മെഴിച്ചു നിൽക്കുന്ന? എന്ത് തീരുമാനിച്ചു? ഇവിടെ കഴിയാനാണ് തീരുമാനമെങ്കിൽ ഈ പെട്ടി സാധനങ്ങളൊക്കെ എടുത്ത് അകത്ത് കൊണ്ടുവയ്ക്കും. എന്നിട്ട് എനിക്ക് എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കിത്താ. രാവിലെ ഡേസിന്റെ വീട്ടിൽ നിന്ന് ഒന്നും കഴിക്കാതെ ഞാൻ വന്ന്. ഇതിനെ ഒരു പകപോക്കലുണ്ടാവുന്ന ഉറപ്പായിട്ടും എനിക്കറിയാം. എങ്ങനെയാ VP പ്ലാൻ ചെയ്യുന്നതെന്ന് നേരത്തെ പറഞ്ഞ കൊള്ളായിരുന്നു. പഴയതുപോലെ ഫുഡില് വിഷം ചേർത്താണോ, അതോ ഇനിയിപ്പോ ഉറങ്ങിക്കിടക്കുമ്പോ ഞങ്ങളെ കഴുത്ത് ഞെരിച്ചു കൊന്ന് സ്വയം കെട്ടിത്തൂങ്ങാനാണോ? അല്ല, ഒന്ന് നേരത്തെ തയ്യാറായിരിക്കാൻ വേണ്ടി ചോദിച്ചെന്നേ ഉള്ളൂ. ഈ ക്ലീശ സമ്പ്രദായമൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഒരു വെറൈറ്റി ലൈൻ പിടിക്കുന്നേ. ഉദാഹരണത്തിന് എല്ലാവരും അകത്ത് ലോക്കാക്കിയിട്ട് വീടിന് തീയിട്ടാലോ? VPയുടെ ഈ ചീട്ടുകൊട്ടാരം നിന്ന് കത്തുന്നത് കാണാനേ നല്ല വിഷ്വൽ ബ്യൂട്ടി ആയിരിക്കും. എന്താ, ഒന്ന് ട്രൈ ചെയ്യുന്നോ? ഹലോ ആന്റി. ആ അപ്പു, ഞാൻ ആന്റി അങ്ങോട്ട് വിളിക്കാനിരിക്കുമായിരുന്നു. നല്ല കുട്ടി. നീ എവിടെയാ ഇപ്പോ? വീട്ടിലാണോ അതോ അവിടുന്ന് ഇറങ്ങിയോ? ഇല്ല ആന്റി, ഞാൻ വീട്ടിൽ തന്നെയാ. അവിടെ വേറെ വിശേഷമൊന്നുമില്ലല്ലോ? ഗീതയും വിജയൊക്കെ സുഖമായിരിക്കല്ലേ? പിന്നെ രണ്ടുപേരും സുഖവും സന്തോഷവുമായിരിക്കുന്നു. പ്രത്യേകിച്ച് ആന്റിയുടെ കൂട്ടുകാർ. പുള്ളിക്കാരൻ ഞാൻ വരുന്നത് വരെ വളരെ വളരെ ഹാപ്പി ആയിരുന്നു. ഇപ്പൊ എന്നെ കണ്ടതിന്റെ ചെറിയ ചില അസ്കിതകളുണ്ട്. സാരമില്ല, അത് നമുക്ക് മാറ്റിയെടുക്കാവുന്നേ ഉള്ളൂ. എന്താ അപ്പു, വിജയ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ നീ ചെന്നതിന്റെ പേരിൽ? ഏതായാലും എനിക്കിങ്ങോട്ട് വരാൻ തോന്നിയത് കൃത്യസമയത്ത് ആന്റി. അല്ലെങ്കിൽ അമ്മയുടെ കയ്യിൽ നിന്നൊരു സൈനും വാങ്ങി വിജയ് പണിക്കർ നൈസായിട്ട് സ്കൂട്ടായാന്. നീ എപ്പോഴാ തിരിച്ചു വരുന്നത്? ഞാനിനി കുറച്ചു ദിവസം ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്താലോ എന്ന് ആലോചിക്കാം ആന്റി. എന്തു പറ്റി പെട്ടെന്ന് അങ്ങനൊരു തീരുമാനം? ഞാൻ പറഞ്ഞില്ല ആന്റി, VP അമ്മയെ ഡിവോഴ്സിന് വേണ്ടി നിർബന്ധിക്കുന്നുണ്ട്. എന്ത് വന്നാലും ഞാൻ അതിന് സമ്മതിക്കില്ല. എന്റെ പേരും പറഞ്ഞ അവര് തമ്മിൽ പിരിയേണ്ട കാര്യമില്ലല്ലോ. അതിന് ഞാൻ സമ്മതിക്കുകയില്ല. അതുകൊണ്ടാ
ഞാൻ കുറച്ചു ദിവസം ഇവിടെ തന്നെ നിൽക്കാന്ന് തീരുമാനിച്ചത്. കാര്യമൊക്കെ ശരി തന്നെയാ. നീ വിചാരിച്ച ഗീതയും വിജയും പിരിയുന്നത് ഒഴിവാക്കാമെങ്കിൽ അതൊരു നല്ല കാര്യം തന്നെയാ. അതെ ആന്റി, അത് മാത്രമാ ഇപ്പൊ എന്റെ ലക്ഷ്യം. ഓക്കെ, ആയിക്കോട്ടെ. പക്ഷേ അതിന്റെ പേരിൽ നീയും വിജയും തമ്മിൽ വഴക്കാവരുത്. എങ്ങോട്ടും പിണങ്ങി ഇറങ്ങി പോവുകയും ചെയ്യരുത്, കേട്ടല്ലോ? അഥവാ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ തന്നെ നേരെ ഇങ്ങോട്ട് പോന്നേക്കണം. അല്ലാതെ അച്ഛനുമായി വഴക്കുണ്ടാക്കാൻ നിൽക്കരുത്. എന്റെ കാര്യം ഓർത്ത് ആന്റി വിഷമിക്കണ്ട. ഒക്കെ ഞാൻ വേണ്ട രീതിയിൽ മാനേജ് ചെയ്തോളാം. ഡോക്ടറോടും ഈ വിവരം ഒന്ന് പറയണേ. ഞാൻ വിളിക്കുന്നുണ്ട് ഡോക്ടറെ. ശരി, ഞാൻ പറയാം. ഗീതയോടും എന്റെ അന്വേഷണം പറയണം, കേട്ടോ? ശരി ആന്റി, ഞാൻ പറയാം. ആരാ? ഡെയ്സിയാണോ വിളിച്ചത്? ഞാൻ എപ്പോഴും മടങ്ങിച്ചെല്ലുന്നേന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? എന്ത് പറയാൻ, ഉടനെ അങ്ങോട്ടേക്ക് ഇല്ലെന്ന് പറഞ്ഞു. അപ്പൊ നീ ഇവിടെ തന്നെ സ്റ്റേ ചെയ്യാൻ പോണെന്ന് സീരിയസ് ആയിട്ടാണോ പറഞ്ഞത്? എന്താ സംശയം? അമ്മയ്ക്ക് ഇനിയും വിശ്വാസമായില്ലേ? ഇതെന്റെയും കൂടി വീടല്ലേ അമ്മ. അപ്പോ ഞാനിവിടെ നിൽക്കുന്നുണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കുഴപ്പമൊന്നുമില്ല. പക്ഷേ പെട്ടെന്ന് നീ എന്തുദ്ദേശിച്ച ഇങ്ങോട്ട് വന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. അതുകൊണ്ടാ ചോദിച്ചത്. അമ്മയുടെ ഊഹം ശരിയാ. മനസ്സിൽ ചില കാര്യങ്ങൾ ഉദ്ദേശിച്ച് തന്നെയാ എന്റെ ഈ മടങ്ങി വരവ്. അതിലാദ്യത്തെ ലക്ഷ്യം VPയുടെ ഡിവോഴ്സ് പ്ലാൻ പൊളിച്ചെടുക്കുക എന്ന് തന്നെയാ. നീ എന്ത് ഭാവിച്ചാ? അത്തരം കാര്യങ്ങളിലൊന്നും നീ ഇടപെടാതിരിക്കുന്നത് തന്നെയാ നല്ലത്. നോ, ഇത്രയും കാലം VP പറയുന്നതൊക്കെ ഞാനും അമ്മയെ അനുസരിച്ചില്ലേ? ഇഷ്ടമില്ലാഞ്ഞിട്ടും VPക്ക് വേണ്ടി ഞാൻ എന്റെ വേഷം കെട്ടൽ തുടർന്നില്ലേ? എന്നിട്ട് നമുക്ക് എന്താ അമ്മ കിട്ടിയത്? വിഷം ചേർത്ത ഒരുപിടി ആഹാരം. അമ്മ അന്നത് തടഞ്ഞില്ലായിരുന്നെങ്കിൽ VPക്ക് ഇപ്പൊ ഡിവോഴ്സ് ആവശ്യപ്പെടേണ്ടി വരില്ലായിരുന്നല്ലോ. അമ്മ നോക്കിക്കോ, ഇനി ഒരു കോംപ്രമൈസിന് പോലും വഴങ്ങാതെ തന്നെ VPയെ എന്റെ വഴിക്ക് ഞാൻ കൊണ്ടുവരും. എന്നെ അധിക്ഷേപിച്ച അതേ VPയെ കൊണ്ട് അപ്പു എന്ന മകനെ ഞാൻ അംഗീകരിപ്പിക്കും. അതുവരെ സന്ധിയില്ലാത്ത സമരത്തിന് തയ്യാറായി തന്നെ ഞാൻ വന്നിരിക്കുന്നത്. അപ്പോ അമ്മ പേടിക്കണ്ട. ഈ യുദ്ധത്തിൽ രക്തച്ചൊരിച്ചിലോ ജീവഹാനിയോ ഒന്നും സംഭവിക്കില്ല. ഇനി ഇതിന്റെ പേരിൽ VP എന്തൊക്കെ പ്രഹസനങ്ങൾ കാണിച്ചാലും ഒരു തരിമ്പും ഞാൻ വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചിട്ടുമില്ല. അമ്മയായിട്ട് എന്നോട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവാൻ പറയാതിരുന്നാൽ മതി. അങ്ങനെ പറഞ്ഞാൽ മാത്രമേ ഞാൻ തോറ്റുപോകൂ. എന്തിനാ ഡെയ്സി ആന്റി വിളിച്ചത്? എടോ, അപ്പൊ വീണ്ടും നമ്മളെയൊക്കെ ഞെട്ടിച്ചു കളഞ്ഞല്ലോ. എന്തു പറ്റി അവൾക്ക്? അവക്കൊന്നും പറ്റിയില്ല. പക്ഷേ വിജയങ്ങളുടെ കാര്യം വീണ്ടും കുഴപ്പത്തിലായെന്നാ തോന്നുന്നത്. ഇങ്ങനെ വാലും തലയില്ലാതെ പറഞ്ഞാ എനിക്കൊന്നും മനസ്സിലാവില്ല. എന്താ കാര്യം എന്ന് വെച്ചാൽ തെളിച്ചു പറയേ. അപ്പു വീണ്ടും അവളുടെ സ്വന്തം വീട്ടിലേക്ക് ക്രാഷ് ലാൻഡ് ചെയ്തു. ഇനി അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നുവെന്നാ അപ്പു മമ്മിയോട് പറഞ്ഞത്. അപ്പൊ പിന്നെ സ്വാഭാവികമായും കെണിയിൽ കുടുങ്ങുന്നത് വിജയങ്ങളായിരിക്കുമല്ലോ. അപ്പൊ എന്താ ഇങ്ങനെ? തോന്നിയ സമയത്ത് തോന്നിയ തീരുമാനങ്ങൾ, ഒന്നിലോട്ട് ഉറച്ചു നിൽക്കില്ല. സ്വന്തം വീട്ടിൽ നിൽക്കാൻ പോവാണെന്നുള്ള ഈ ഡിസിഷൻ ഇനി എത്ര നാളത്തേക്കാണോ എന്തോ. അത് നേരെ. അപ്പോ ആയതുകൊണ്ട് ഒന്നും ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. എങ്കിലും തന്റെ ഫ്രണ്ടിന്റെ ഈ തീരുമാനം എന്തുകൊണ്ടും നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നത്. റൈറ്റ് ഡിസിഷൻ അറ്റ് റൈറ്റ് ടൈം. തനിക്കെന്ത് തോന്നുന്നു? അവളവിടെ കണ്ടിന്യൂ ചെയ്യുന്നതില് എന്റെ വീട്ടുകാർക്ക് താല്പര്യമില്ലെന്ന് അറിഞ്ഞിട്ടാവും അപ്പൊ ഇങ്ങനൊരു തീരുമാനം എടുത്തത്. മേ ബി അതൊരു ഫാക്ടർ ആയിരിക്കും. പക്ഷേ അതിനേക്കാൾ കൂടുതൽ അപ്പുവിനെ ഇങ്ങനൊരു തീരുമാനം എടുക്കാൻ പ്രേരിപ്പിച്ചത് അങ്കിളും ആന്റിയും തമ്മിൽ പിരിയാനുള്ള നീക്കോ. മമ്മിയോടും അക്കാര്യമാ അപ്പു പ്രധാനമായും പറഞ്ഞത്. ഒരു കാരണവശാലും
തന്റെ പേരും പറഞ്ഞ് രണ്ടുപേരെയും സെപ്പറേറ്റഡ് ആവാൻ അനുവദിക്കില്ലെന്ന് അപ്പു പറയുന്നത്. അതൊക്കെ ഇനി അവള് വിചാരിച്ചാൽ നടക്കുമെന്ന് കണ്ടറിയണം. അതെന്താ? അല്ല, വി പി അങ്കിള് പണ്ടേ ഭയങ്കര വാശിക്കാരനാ. ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിൽ പിന്നെ ഒരു കോംപ്രമൈസിനും ആള് തയ്യാറാവില്ല. ആ അച്ഛന്റെ മോള് തന്നെയല്ലേ അപ്പു. അതുപോലെ വാശി അപ്പുവിനും ഉണ്ടാവുമല്ലോ. ആരാ ജയിക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം. ഏതായാലും ഇക്കാര്യത്തിൽ ഞാൻ അപ്പുവിന്റെ പക്ഷത്ത്. മകൾ ട്രാൻസ്പേഴ്സൺ ആയതുകൊണ്ട് ഭാര്യയെ ഡിവോഴ്സ് ചെയ്യാനുള്ള വിജയങ്ങളുടെ തീരുമാനം ശുദ്ധ അസംബന്ധമാണ്. ഇത്ര ചൈൽഡിഷായി ചിന്തിക്കാനും പ്രവർത്തിക്കാനും വിജയങ്ങളിനെ പോലെ ഒരാൾക്ക് എങ്ങനെ കഴിയുന്നു എന്ന് എനിക്ക് മനസ്സിലാവാത്തത്. ഇക്കാര്യത്തിൽ സൊസൈറ്റിയുടെ ആറ്റിറ്റ്യൂഡിൽ വന്ന മാറ്റമൊന്നും പുള്ളിക്കാരൻ അറിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. സൊസൈറ്റിയുടെ ആറ്റിറ്റ്യൂഡിനൊപ്പം തന്നെ മാറണമെന്നൊന്നും ഇല്ലല്ലോ. ഇത്തരം ക്രൈസിസ് അനുഭവിക്കുന്ന വീട്ടുകാരുടെ കാഴ്ചപ്പാട് അവർക്കല്ലേ അറിയൂ. അതെന്താടോ തന്റെ സംസാരത്തിൽ ഒരു പക്ഷം പിടിക്കൽ പോലെ? ഇതുവരെ അപ്പുവിന് വേണ്ടി വാദിച്ചുകൊണ്ടിരുന്നിട്ട് പെട്ടെന്ന് വിജയങ്ങളുടെ സൈഡിലേക്ക് ചാഞ്ഞതുപോലെ തോന്നുന്നു. അതുകൊണ്ട് ചോദിച്ചതാ. ഞാൻ എങ്ങോട്ടും ചാഞ്ഞിട്ടും ചരിഞ്ഞിട്ടും ഒന്നുമില്ല. രണ്ടുപേരുടെയും പക്ഷത്ത് ന്യായമുണ്ട്, ന്യായക്കേടും ഉണ്ട് എന്നാ ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോ ആണായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന പോലെ തന്നെ തന്റെ കുഞ്ഞ് ജനിച്ച ജെൻഡറിൽ തന്നെ വളരണമെന്ന് വി പി അങ്കിളിനും ആഗ്രഹിക്കാലോ. പക്ഷേ അതിനുവേണ്ടി രണ്ടുപേര് സ്വീകരിച്ച വഴികളോടാ നമുക്ക് പൊരുത്തപ്പെടാൻ കഴിയാത്തത്. എന്താ ഞാൻ പറഞ്ഞ ശരിയല്ലേ? വാവ്, താൻ ഇത്ര സീരിയസ് ആയി കാര്യങ്ങളൊക്കെ ചിന്തിക്കാനും വിലയിരുത്താനും ഒക്കെ തുടങ്ങിയോ? റിയലി ഗ്രേറ്റ്. മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കുന്നതിന്റെ ഗുണം കാണുന്നുണ്ട്. എന്നുവെച്ചാ എന്നെപ്പോലെ വിവരവും കാര്യഗൗരവം ഉള്ളവരുമായി കൂട്ടുകൂടിയതിന്റെ ഗുണവാ ഇപ്പൊ താനീ കാണിക്കുന്ന പക്വമായ ചിന്തയുടെ രഹസ്യം എന്നാ കവി ഉദ്ദേശിച്ചത്. ഓ, അപ്പൊ അതിന്റെ ക്രെഡിറ്റും ഡോക്ടർ സ്വന്തമാക്കിയോ? ആയിക്കോട്ടെ, സമ്മതിച്ചിരിക്കുന്നു. എടോ, എനിക്കൊരു ഐഡിയ തോന്നുന്നു. നമുക്ക് അപ്പുവിന്റെ വീട് വരെ ഒന്ന് പോയാലോ? ഇപ്പോഴോ? എന്തിന്? ജസ്റ്റ് ഒരു ഫ്രണ്ട്ലി വിസിറ്റ്. അപ്പുവിന്റെ ഈ തീരുമാനത്തിന് നമ്മുടെ ഒരു സോളിഡാരിറ്റി അറിയിക്കാൻ. കൂട്ടത്തിൽ എന്താ അപ്പുവിന്റെ ഭാവി പരിപാടിയെന്ന് അറിയുകയും ചെയ്യാമല്ലോ. അത് വേണം. ഇപ്പൊ നമ്മൾ അങ്ങോട്ട് പോവാതിരിക്കുന്ന നല്ലതെന്നാ എനിക്ക് തോന്നുന്നത്. നമ്മൾ അവിടെ പോയി അപ്പുവിനെ കാണുന്നതിന് എന്താ കുഴപ്പം? അപ്പുനെ മാത്രമല്ലല്ലോ, അവിടെ ചെന്നാ വി പി അങ്കിളിനെ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരില്ലേ? സോ വാട്ട്, അത് നല്ലതല്ലേ? അങ്കിളായിട്ട് ഈ വിഷയത്തെപ്പറ്റി നമ്മളോട് പറഞ്ഞു തുടങ്ങിയ നമുക്കതൊരു ഓപ്പണിംഗ് ആവുമല്ലോ. അങ്കിളിന്റെ മനസ്സ് മാറ്റാൻ നമ്മളെ കൊണ്ടാവും പോലെ ഇടപെടുകയും ചെയ്യാം. അങ്കിൾ ഇക്കാര്യം നമ്മളോട് ചർച്ച ചെയ്യാൻ തയ്യാറാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മാത്രമല്ല, അപ്പുവിന്റെ ഈ തീരുമാനത്തിൽ നമുക്ക് റോൾ ഉള്ളതായിട്ട് അങ്കിള് സംശയിക്കുകയും ചെയ്യും. സംശയിക്കുന്നെങ്കിൽ സംശയിക്കട്ടെ. അത് ക്ലിയർ ചെയ്യാൻ പറ്റുന്നിടത്താണല്ലോ നമ്മുടെ മിടുക്ക്. താൻ വാ, നമുക്ക് എന്തായാലും അവിടെ വരെ ഒന്ന് പോയിട്ട് വരാം. അത് വേണോ? അഥവാ പോണെങ്കിൽ തന്നെ 2 ദിവസം കഴിഞ്ഞു പോയപ്പോരെ? പെട്ടെന്ന് നമ്മളെ അവിടെ കാണുമ്പോ നത്തിങ് ഡൂയിങ്. നമ്മളെ കാണുമ്പോ അപ്പൂനും ആന്റിക്കും സന്തോഷമാവുള്ളൂ. പിന്നെ അങ്കിളിന്റെ കാര്യം അത് അവിടെ ചെന്നിട്ട് നോക്കാം. താൻ വാ, ഏതായാലും അവിടെ ഒന്ന് പോയിട്ട് വരാം. വാടോ. എനിക്ക് തോന്നുന്നത് അപ്പുവിന്റെ കാര്യത്തിൽ വി പി ഏട്ടനൊരു കോംപ്രമൈസിന് വഴങ്ങി കാണുമെന്നാ. അല്ലാതെ അവിടെ നിൽക്കാൻ അപ്പു സമ്മതിച്ചതിന്റെ പിന്നില് യാതൊരു സാധ്യതയും ഞാൻ കാണുന്നില്ല. ഏയ്, വി പിയുടെ ഒരു ക്യാരക്ടർ വെച്ച് അങ്ങനെ എളുപ്പം അങ്ങ് വഴങ്ങിക്കൊടുക്കേണ്ടതല്ല. അങ്ങനെ കോംപ്രമൈസിന് തയ്യാറാകാൻ മനസ്സ് കാണിക്കുന്ന ഒരാള് ഭാര്യയോട് ഡിവോഴ്സ് ആവശ്യപ്പെട്ടില്ലല്ലോ. ഇങ്ങനൊരു നീക്കത്തിന് അപ്പുവിനെ പ്രേരിപ്പിച്ചത് മറ്റെന്തോ ഫാക്ടറാണ്. ഏതായാലും ഒരു കാര്യം ഉറപ്പാ അശ്വതി, ഒന്നെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അവസ്ഥയിലേക്ക് നീങ്ങിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ വി പിയുടെ മുന്നിൽ അപ്പു തന്റെ തീരുമാനം മാറ്റിയിട്ടുണ്ടാവും. അല്ലാതെ വി പിയുടെ ഭാഗത്തുനിന്ന് ഒരിക്കലും ഒരു വിട്ടുവീഴ്ച ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഏതായാലും ഡെയ്സി ടീച്ചറിന്റെ വീട്ടിൽ നിന്ന് അവക്ക് മാറാൻ തോന്നിയല്ലോ. ഹോ, നമ്മളെ സംബന്ധിച്ച് അങ്ങനെ ഒരു തലവേദന ഒഴിഞ്ഞു കിട്ടിയത് തന്നെ വലിയ കാര്യം. അങ്ങനെ ആശ്വസിക്കാൻ വരട്ടെ ശ്രുതി. അപ്പുവിന്റെ കാര്യമായതുകൊണ്ട് നമുക്കൊന്നും ഉറപ്പിച്ചു പറയാൻ പറ്റില്ല. വി പി അപ്പുവായിട്ട്
ആ വീട്ടിൽ ഒത്തുപോകില്ല എന്നുള്ള കാര്യം 100% ഉറപ്പാ. അപ്പൊ പിന്നെ കാര്യങ്ങൾ വീണ്ടും പഴയപടിയാവും. പിണങ്ങി ഇറങ്ങിയ അപ്പുവിന് സ്വാതന്ത്ര്യത്തോടെ ചെന്ന് കയറാൻ ഡെയ്സിയുടെ വീടുണ്ടല്ലോ. അമ്മയുടെ മോന്റെ സ്വഭാവം വെച്ച് അവരൊരിക്കലും അപ്പുവിനോട് നോ പറയേയില്ല. പോരാത്തതിന് വളർത്തമ്മയെന്നൊരു ഇമേജും ഡെയ്സിക്ക് ചാർത്തി കൊടുത്തിട്ടുണ്ടല്ലോ. അങ്ങനെ നോക്കുമ്പോ നമ്മുടെ പ്രശ്നത്തിന് ഒരു പരിഹാരമായെന്ന് ആശ്വസിക്കാൻ വകുപ്പൊന്നുമില്ല. അങ്ങനെയൊക്കെ ചിന്തിച്ച് നിരാശപ്പെട്ട പിന്നെ അതിനെ സമയം കാണുള്ളൂ മുരളിയേട്ടാ. അമ്മ പറയുന്നത് ബുദ്ധി ഉപയോഗിക്കേണ്ട സമയത്ത് അത് ഉപയോഗിക്കുക തന്നെ വേണം. അല്പം പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച നമ്മുടെ പ്രശ്നത്തിന് ഒരു സൊല്യൂഷൻ ആവുകയും ചെയ്യും. എന്ന് വെച്ചാ നീ എന്താ ഉദ്ദേശിക്കുന്നത്? അപ്പു ഇപ്പോ അവിടെ വേക്കന്റ് ആക്കിയിട്ട സ്പേസ് നമ്മൾ ബുദ്ധിപൂർവ്വം ഉപയോഗിക്കണം എന്ന്. കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞ ആ സ്പേസ് നമ്മൾ മാളൂനെ കൊണ്ട് അവിടെ ഒക്യുപ്പൈ ചെയ്യിക്കണം എന്ന്. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? അശ്വതി, നീ ഈ കടങ്കഥയുടെ ഭാഷയൊന്ന് നിർത്ത്. എന്നിട്ട് മനുഷ്യന് വലുത് മനസ്സിലാകുന്ന ഭാഷ പറയും. അപ്പുന് പകരം മാളൂനെ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെന്ന് വെച്ചാൽ അതെങ്ങനെ ശരിയാകും? അവളെ അങ്ങനെ വെറുതെ അവിടെ കൊണ്ട് താമസിപ്പിക്കാൻ പറ്റില്ലല്ലോ. അതിന് മാളൂനെ വെറുതെ അവിടെ കൊണ്ട് താമസിപ്പിക്കാനല്ലല്ലോ ഞാൻ പറഞ്ഞത്. ആ വീട്ടിൽ ജീവിക്കേണ്ട എല്ലാ അവകാശത്തോടെയും അധികാരത്തോടെയും ആണ് അവൾ അവിടെ താമസിക്കാൻ ചെല്ലുന്നെങ്കിലോ. എന്നുവെച്ചാ ജോബിന്റെ ഭാര്യയായിട്ട് വേണം മാളു അവിടെ താമസിക്കാൻ ചെല്ലേണ്ടതെന്ന്. ഇപ്പൊ മനസ്സിലായോ? അതിന് കല്യാണം നടത്തണമെന്നങ്ങ് പറഞ്ഞാ പോരെ. ഇങ്ങനെ വളഞ്ഞു വിട്ടേണ്ട വല്ല കാര്യമുണ്ടോ? കല്യാണം ഇപ്പോഴേ നടത്തുകയെന്ന് വെച്ചാൽ അതെങ്ങനെ ശരിയാവും അശ്വതി? എന്താ ശരിയാവാത്തത്? കല്യാണം കഴിഞ്ഞ് ജോബിന്റെ ഭാര്യയായി മാളു ആ വീട്ടിലുണ്ടെങ്കിൽ അപ്പുന് ആ വീട്ടിൽ ഇപ്പോൾ ഉള്ള സ്വാതന്ത്ര്യവും സ്ഥാനവും ഒക്കെ ഓട്ടോമാറ്റിക്കായിട്ട് കട്ടാവും. അപ്പുന് ഇനി അവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റില്ലെന്ന് മാളു സ്ട്രോങ് ആയിട്ടൊരു നിലപാടെടുത്താ ജോബിനത് നിഷേധിക്കാൻ പറ്റില്ല. ജോബിന് മാത്രമല്ല ടീച്ചർക്കും. കല്യാണം കഴിക്കാൻ പോകുന്ന ഒരു പെണ്ണ് ഭർത്താവാകാൻ പോകുന്ന ഒരാളോട് ഒരു കാര്യം ആവശ്യപ്പെടുന്ന പോലെയല്ല ഭാര്യ ഭർത്താവിനോട് ഒരു കാര്യം വേണമെന്നോ വേണ്ടെന്നോ പറയുന്നത്. എന്താ ശരിയല്ലേ? കല്യാണം കഴിഞ്ഞ് മാളു അവളുടേതായ ഒരു തീരുമാനമോ അഭിപ്രായമോ ആ വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞാ അത് മുഖവരിക്കെടുക്കാതിരിക്കാനായി ജോബിനോ ടീച്ചർക്കോ ആവില്ല. കാര്യമൊക്കെ ശരി തന്നെ. പക്ഷെ പെട്ടെന്നൊരു കല്യാണം എന്നൊക്കെ പറയുമ്പോ കോഴ്സ് കഴിഞ്ഞിട്ട് മതി കല്യാണം എന്നല്ലേ നമ്മൾ ടീച്ചറുമായിട്ട് ഒരു ധാരണയിലെത്തിയത്. ധാരണ എന്റെ മുരളിയേട്ടാ, അതൊരു ഇന്റർനാഷണൽ കാര്യമൊന്നും അല്ലല്ലോ. മാളുവിന്റെ ഭാവി ജീവിതമാണോ വലുത് അതോ കോഴ്സോ? കല്യാണം കഴിഞ്ഞ് നമുക്ക് കോഴ്സ് കണ്ടിന്യൂ ചെയ്യാലോ. പിന്നെ കല്യാണം ഉടനെ നടത്തുന്നതിന് രണ്ടു കൂട്ടർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല. നമ്മുടെ കാര്യത്തിൽ ആൾക്കാരെ ക്ഷണിക്കുന്നതൊഴിച്ചാ വേറൊന്നും പ്രത്യേകിച്ച് ഒരുങ്ങാനുമില്ല. പൊന്നും പണവും ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും നമ്മൾ കരുതി വെച്ചിട്ടില്ലേ? പിന്നെ എന്തിനാ അതിങ്ങനെ നീട്ടിക്കൊണ്ടുപോകുന്നത്? ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ച് നോക്കുമ്പോ അമ്മ പറയുന്നത് പോലെ കുട്ടികളുടെ കല്യാണം നടത്തുന്നത് തന്നെയാ ബുദ്ധിയെന്ന് എനിക്ക് തോന്നുന്നത്. ഒരു കണക്കിന് അതാ നല്ലതെന്ന് എനിക്കും ഇപ്പൊ തോന്നുന്നു. ഏതായാലും ഞാൻ വന്നിട്ട് വിശദമായിട്ടൊന്നും ഇരിക്കാം. അപ്പോഴേക്കും അമ്മയും ഇങ്ങ് എത്തുമല്ലോ. മാള് വരുമ്പോ അവളോട് അഭിപ്രായം ഒന്ന് ചോദിച്ചിട്ട് ആദ്യം നമുക്കൊരു ധാരണയിലെത്താം. എന്നിട്ട് മതി അവളോട് ഈ കാര്യം പറയുന്നത്. ശരി, അങ്ങനെ ആവട്ടെ. എന്നാ ഞാൻ പോയിട്ട് വരട്ടെ. ശരി. ഹായ് അങ്കിൾ. എന്താ രണ്ടുപേരും കൂടി ഇവിടെ? ഞങ്ങൾ വെറുതെ വന്നത് അങ്കിൾ. വെറുതെ വരാതെന്താ? മ്യൂസിയോ ടൂറിസ്റ്റ് സെന്ററോ ആണോ? വെറുതെ വന്നതാ പോലും. അങ്കിൾ എന്താ ഇങ്ങനൊക്കെ? എങ്ങനെയൊക്കെ?